സുബ്രതോ കപ്പ് സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് കളിക്കാനിറങ്ങിയത് ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ. 5 മണിപ്പൂർ വിദ്യാർത്ഥികളും ഒരു ഒഡീഷ സ്വദേശിയും കാണികളിൽ ഒരേപോലെ കൗതുകവും സങ്കടവും ഉണർത്തി. ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സുബ്രതോ മുഖർജി കപ്പ് സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി ഞായറാഴ്ച കളിക്കാനിറങ്ങിയവരിൽ 6 പേർ ഇതര സംസ്ഥാന വിദ്യാർത്ഥികളായിരുന്നു. അതിൽ 5 പേരും മണിപ്പൂരിൽ നിന്നുള്ളവരായിരുന്നു. പോട്ടിമാങ് ഹോക്കിപ്, സൈഗുണാൻ മാറ്റ്, നാഗ്ഹൻ നാഗ് ഹോപ്പിക്, സൈഗ്നോൾ ഹങ്കാൾ, ചോങ്ചോ താഗ് എന്നീ മണിപ്പൂർ വിദ്യാർത്ഥികളാണ് കാണികളുടെ മനം കവർന്നത്. ഗിൻമിൻ ജോൺ ഒഡീഷ സ്വദേശിയാണ്. 15 വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ഇവരിറങ്ങിയത്. ഉറിയ പാസുകളിലൂടെ കാണികളുടെ ഹൃദയത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയെങ്കിലും പ്രാഥമിക റൗണ്ടിൽ കൊല്ലത്തിനോട് 2-3 ഗോളിന് പൊരുതി തോറ്റു. കനത്ത മഴയിൽ ചെളിക്കുളമായി മാറിയ മൈതാനത്ത് പത്തനംതിട്ടയ്ക്ക് കാലിടറുകയായിരുന്നു. കാലാവസ്ഥ ചതിച്ചുവെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഷാജി മാത്യു പറഞ്ഞു. നല്ല കളിയാണ് കാഴ്ചവെച്ചത്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കളിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഷോർട്ട് പാസ്സാണ്, നല്ല ഗെയിമാണ് കളിക്കുന്നത്. പക്ഷേ മഴയുള്ളതുകൊണ്ട് നന്നായിട്ട് കളിക്കാനായിട്ട് സാധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ നന്നായിട്ട് കുട്ടികളെല്ലാവരും കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. തിരുവല്ല ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കളിച്ചത്. മണിപ്പൂർ കലാപത്തിന് ശേഷം 2024 മെയ് മാസത്തിൽ കേരളത്തിലെത്തിയവരാണ് ഇവർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂളിലെ കായിക വിഭാഗം ഇവരെ നല്ല കളിക്കാരാക്കി മാറ്റുകയായിരുന്നു. 40ഓളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയിരുന്നു. ഇപ്പോൾ 19 പേർ മാത്രമാണ് ഉള്ളത്. CCN കടമ്പഴിപ്പുറം.